റിയാദ് ബാങ്കിൻ്റെ പുതിയ ആപ്ലിക്കേഷനാണ് ഞാൻ ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. മെയിൻ സ്ക്രീനിൽ തന്നെ കാണുന്ന ന്യൂ ബെനിഫിഷ്യറി എന്നുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ഇവിടെ 4 ഓപ്ഷനാണ് നമുക്ക് മുമ്പിൽ വന്നിരിക്കുന്നത്. നാലാമത്തെ ഓപ്ഷനായ മണി എക്സ്പ്രസ് ബെനിഫിഷ്യറി എന്നുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്യുക. വന്നിരിക്കുന്ന ഫോമിൽ നിന്നും ഒന്നാമതായി ജെൻഡർ സെലക്ട് ചെയ്യാവുന്നതാണ്. ശേഷം കൺട്രി എന്നുള്ള കോളത്തിൽ നിന്നും നിങ്ങളുടെ രാജ്യം സെലക്ട് ചെയ്യുക. ഇവിടെ ആകെ 4 രാജ്യം മാത്രമാണ് അവൈലബിൾ ആയിട്ടുള്ളത്. ഇന്ത്യ എന്നുള്ളത് സെലക്ട് ചെയ്യുന്നു. രണ്ടാമത്തെ ഓപ്ഷനിൽ നിന്നും ടാർഗറ്റ് ബാങ്ക് എന്നുള്ളതിൽ നിങ്ങളുടെ ബാങ്കിൻ്റെ നെയിം എൻ്റർ ചെയ്യുക. മാനുവലായിട്ട് എൻ്റർ ചെയ്ത് നൽകേണ്ടതുണ്ട്. HDFC ബാങ്ക് ആയതുകൊണ്ട് HDFC ബാങ്ക് എന്നാണ് ഇവിടെ എൻ്റർ ചെയ്യുന്നത്. രണ്ടാമത്തെ കോളം അക്കൗണ്ട് നമ്പർ എന്നുള്ളതാണ്. നിങ്ങളുടെ നാട്ടിലെ അക്കൗണ്ട് നമ്പർ ഇവിടെ എൻ്റർ ചെയ്യുകയോ അല്ലെങ്കിൽ പേസ്റ്റ് ചെയ്യുകയോ ചെയ്യാം. അക്കൗണ്ട് നമ്പർ എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ ബ്രാഞ്ച് സിറ്റി എന്നുള്ളതിൽ നിങ്ങളുടെ ബാങ്ക് നിലനിൽക്കുന്ന സ്ഥലത്തിൻ്റെ പേരാണ് എൻ്റർ ചെയ്യേണ്ടത്. ഗൂഗിളിൽ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ ബാങ്ക് നിൽക്കുന്ന സ്ഥലത്തിൻ്റെ പേര് നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. ബ്രാഞ്ച് സിറ്റി എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ ബ്രാഞ്ച് നെയിം എന്നുള്ളതിൽ നിങ്ങളുടെ ബാങ്കിൻ്റെ IFSC കോഡാണ് എൻ്റർ ചെയ്യേണ്ടത്. IFSC കോഡ് ലഭിക്കണമെന്നുണ്ടെങ്കിൽ ഗൂഗിളിൽ നിങ്ങളുടെ ബാങ്കിൻ്റെ പേരും സ്ഥലവും എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ IFSC കോഡ് നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. അടുത്ത കോളം സർവീസ് എന്നുള്ളതാണ്. റിയാദ് ബാങ്കിൽ നിന്നും നാട്ടിലേക്ക് പണം അയക്കുമ്പോൾ ICICI ബാങ്ക് വഴിയാണ് നമ്മുടെ അക്കൗണ്ടിൽ പണം ക്രെഡിറ്റ് ആവുക. അതുകൊണ്ട് തന്നെ ചില സന്ദർഭങ്ങളിൽ നമ്മുടെ അക്കൗണ്ടിൽ നിന്നും 100 രൂപ എങ്ങാനും ഡെബിറ്റ് ആവാറുണ്ട്. അത് അവരുടെ ഫീ ആവാനാണ് സാധ്യത. മാത്രമല്ല നമ്മളിവിടെ സ്ക്രീനിൽ കാണുന്നത് എക്സ്പ്രസ് റെമിറ്റൻസ്, നോർമൽ റെമിറ്റൻസ്, തേർഡ് പാർട്ടി റെമിറ്റൻസ് എന്നീ 3 ഓപ്ഷനാണ്. ഇതിൽ എക്സ്പ്രസ് റെമിറ്റൻസ് സെലക്ട് ചെയ്താലും തേർഡ് പാർട്ടി റെമിറ്റൻസ് സെലക്ട് ചെയ്താലും ICICI ബാങ്ക് വഴിയാണ് നമ്മുടെ അക്കൗണ്ടിലേക്ക് പണം എത്തുക. അതുകൊണ്ട് തന്നെ നമ്മുടെ ബെനിഫിഷ്യറി ഡീറ്റെയിൽസ് എടുത്ത് നോക്കുമ്പോൾ ICICI ബാങ്ക് എന്ന് കണ്ടാൽ അതിൽ സംശയിക്കേണ്ട കാര്യമില്ല. ICICI ബാങ്ക് വഴിയാണ് പണം നമ്മുടെ അക്കൗണ്ടിൽ എത്തുക എന്നുള്ളത് കൊണ്ടാണ് അങ്ങനെ ICICI എന്ന് കാണിക്കുന്നത്. അവിടെ എന്ത് തന്നെ കാണിച്ചാലും നമ്മളിവിടെ കൊടുക്കുന്ന ഡീറ്റെയിൽസ് കറക്റ്റ് ആണെങ്കിൽ നമ്മുടെ അക്കൗണ്ടിൽ പണം എത്തുന്നതായിരിക്കും. ഇവിടെ ഞാൻ എക്സ്പ്രസ് റെമിറ്റൻസ് എന്നുള്ള ഓപ്ഷനാണ് ക്ലിക്ക് ചെയ്യുന്നത്. തൊട്ടടുത്ത പ്രൊഡക്റ്റ് എന്നുള്ള കോളത്തിൽ നിന്നും ക്രെഡിറ്റ് ബെനിഫിഷ്യറി അക്കൗണ്ട് എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുന്നു. അക്കൗണ്ടിലേക്ക് പണം നിക്ഷേപിക്കാൻ വേണ്ടി ആയതുകൊണ്ടാണ് ഈ ഓപ്ഷൻ ഞാൻ സെലക്ട് ചെയ്യുന്നത്. പ്രിഫേർഡ് നെയിം എന്നുള്ള കോളത്തിൽ ഈ അക്കൗണ്ടിനെ നിങ്ങൾക്ക് മനസ്സിലാക്കാവുന്ന രീതിയിൽ രേഖപ്പെടുത്തി വെക്കാവുന്നതാണ്. ഞാനിതിൽ മൈ HDFC NRE എന്നാണ് ടൈപ്പ് ചെയ്യുന്നത്. ബെനിഫിഷ്യറി നെയിം എന്നുള്ള കോളത്തിൽ നിങ്ങൾ ബാങ്കിൽ നൽകിയ അതേ പേര് തന്നെ ഇവിടെയും ഉപയോഗിക്കാൻ ശ്രദ്ധിക്കുക. ഡേറ്റ് ഓഫ് ബർത്ത് ഓപ്ഷണലാണ് എങ്കിലും ഞാൻ നൽകുന്നുണ്ട്. കാരണം വെരിഫിക്കേഷൻ വളരെ എളുപ്പം നടക്കാൻ വേണ്ടി ആയതുകൊണ്ടാണ്. ഡേറ്റ് ഓഫ് ബർത്ത് നൽകി കഴിഞ്ഞാൽ അടുത്ത കോളം മൊബൈൽ എന്നുള്ള കോളമാണ്. മൊബൈൽ നമ്പർ ടൈപ്പ് ചെയ്യാവുന്നതാണ്. അടുത്ത 2 കോളം ID ടൈപ്പ് അതുപോലെ ID നമ്പർ എന്നിവയാണ്. ഇത് രണ്ടും ഓപ്ഷണലാണ്. നമുക്ക് വേണമെങ്കിൽ ഫില്ല് ചെയ്യാം, അല്ലെങ്കിൽ ഫില്ല് ചെയ്യണമെന്നില്ല. ഞാനത് ഫില്ല് ചെയ്യുന്നില്ല. റിലേഷൻഷിപ്പ് എന്നുള്ള കോളത്തിൽ ഞാൻ ഒതർ എന്നുള്ള ഓപ്ഷനാണ് സെലക്ട് ചെയ്യുന്നത്. അതിനുശേഷം റിലേഷൻഷിപ്പ് ടൈപ്പ് എന്നുള്ളതിൽ ഓൺ അക്കൗണ്ട് എന്ന് എൻ്റർ ചെയ്യുന്നു. അടുത്ത കോളം അഡ്രസ്സ് ആണ്. ഇവിടെ നിങ്ങളുടെ അഡ്രസ്സ് ചെറുതായിട്ടൊന്ന് ടൈപ്പ് ചെയ്യാവുന്നതാണ്. അതിനുശേഷം ടേംസ് ആൻഡ് കണ്ടീഷൻസ് അഗ്രി ചെയ്യാൻ വേണ്ടി ഇവിടെ കാണുന്ന കോളത്തിൽ ക്ലിക്ക് ചെയ്ത് ക്രിയേറ്റ് ബെനിഫിഷ്യറി എന്നുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ഉടൻ തന്നെ നിങ്ങൾ നൽകിയിട്ടുള്ള ഡീറ്റെയിൽസ് എല്ലാം ഒറ്റ പേജിൽ വന്നതായി കാണാം. I accept the terms and conditions എന്നുള്ളത് ക്ലിക്ക് ചെയ്ത് ക്രിയേറ്റ് ബെനിഫിഷ്യറി എന്നുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ഈ പേജ് തുറന്നു വന്ന ഉടൻ തന്നെ റിയാദ് ബാങ്കിൽ നിന്നും ഒരു കോൾ വരുന്നതായിരിക്കും. വന്നിരിക്കുന്ന കോളിൽ നിങ്ങൾ ആഡ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന അക്കൗണ്ട് നമ്പറും കാര്യങ്ങളെല്ലാം അവർ ആവർത്തിക്കുന്നതായിരിക്കും. അതിനുശേഷം നിങ്ങളുടെ റിയാദ് ലൈൻ പിൻ എൻ്റർ ചെയ്യാൻ ആവശ്യപ്പെടുന്നതാണ്. റിയാദ് ലൈൻ പിൻ എൻ്റർ ചെയ്ത ശേഷം ഹാഷ് കീ എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ ആഡ് ചെയ്ത ബെനിഫിഷ്യറി ആക്റ്റീവ് ആകുന്നതായിരിക്കും. ഇനി അഥവാ നിങ്ങൾക്ക് കോൾ അറ്റൻഡ് ചെയ്യാൻ സാധിക്കാതിരിക്കുകയോ അല്ലെങ്കിൽ കോൾ അറ്റൻഡ് ചെയ്ത് റിയാദ് ലൈൻ തെറ്റായി അടിച്ച കാരണത്താൽ കോൾ കട്ടാവുകയോ ചെയ്ത് കഴിഞ്ഞാൽ വേറൊരു സൊല്യൂഷൻ കൂടെ ബെനിഫിഷ്യറി ആക്റ്റീവ് ചെയ്യാൻ നമുക്ക് മുമ്പിലുണ്ട്. ഇവിടെ കാണുന്ന പേജിൽ നിന്നും യു ക്യാൻ ചൂസ് അതർ മെത്തേഡ്സ് ടു ആക്ടിവേറ്റ് ദ ബെനിഫിഷ്യറി യൂസിങ് ദിസ് കോഡ് എന്ന് പറഞ്ഞ് കാണിക്കുന്ന ഒരു നമ്പർ കാണാം. ഈ നമ്പർ നിങ്ങൾ ഓർത്ത് വെക്കുക. other methods എന്നുള്ള ലിങ്കിൽ ക്ലിക്ക് ചെയ്യുക. ഉടൻ തന്നെ 3 ഓപ്ഷനാണ് നമുക്ക് മുമ്പിൽ ബെനിഫിഷ്യറി ആക്റ്റീവ് ചെയ്യാൻ വേണ്ടി വന്നിരിക്കുന്നത്. ഒന്ന് വിസിറ്റ് ദ നിയറസ്റ്റ് റിയാദ് ബാങ്ക് ATM. അടുത്തുള്ള റിയാദ് ബാങ്ക് ATMൽ പോയി അവിടെ ഈ സർവീസ് ആക്ടിവേഷൻ ആൻഡ് അപ്ഡേറ്റ് മൊബൈൽ നമ്പർ എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് ഈ സർവീസ് വാലിഡേറ്റ് എൻട്രി എന്നുള്ള ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്ത് നമുക്ക് ബെനിഫിഷ്യറി ആക്റ്റീവ് ചെയ്യാവുന്നതാണ്. രണ്ടാമത്തെ ഓപ്ഷൻ വിസിറ്റ് ദ നിയറസ്റ്റ് റിയാദ് ബാങ്ക് ബ്രാഞ്ച് ആണ്. ഇവിടെ പറയുന്നത് അടുത്തുള്ള റിയാദ് ബാങ്കിന്റെ ബ്രാഞ്ചിൽ പോയി കസ്റ്റമർ സർവീസിൽ നിങ്ങൾക്ക് ലഭിച്ചിട്ടുള്ള ആപ്ലിക്കേഷൻ കോഡ് നൽകിക്കൊണ്ട് ബെനിഫിഷ്യറി ആക്റ്റീവ് ചെയ്യാവുന്നതാണ്. മൂന്നാമത്തെ ഓപ്ഷൻ റിയാദ് ലൈൻ നമ്പറിലേക്ക് ഫോം വിളിച്ച് നമുക്ക് ബെനിഫിഷ്യറി ആഡ് ചെയ്യാൻ സാധിക്കുന്നതാണ്. ഈ 3 ഓപ്ഷനാണ് നമുക്ക് മുമ്പിലുള്ളത്. ഈ 3 ഓപ്ഷൻ ഉപയോഗിക്കുമ്പോഴും ഇവിടെ കൊടുത്തിട്ടുള്ള നമ്പർ ഓർത്ത് വെക്കുക. ഞാൻ ആഡ് ചെയ്ത ബെനിഫിഷ്യറി ഇപ്പോൾ ആക്റ്റീവ് ആയിട്ടുണ്ട്. കാരണം റിയാദ് ബാങ്കിൽ നിന്ന് വന്ന കോൾ ഞാൻ അറ്റൻഡ് ചെയ്ത് എൻ്റെ റിയാദ് ലൈൻ പിൻ ഞാൻ എൻ്റർ ചെയ്യുകയും ബെനിഫിഷ്യറി ആഡ് ആവുകയും ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ ഇവിടെ ഫിനിഷ് എന്നുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്യുകയാണ്. ഇനി നമുക്ക് മണി ട്രാൻസ്ഫർ എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത്
ഇവിടെ കാണുന്ന മണി എക്സ്പ്രസ് എന്നുള്ള 5ാമത്തെ ഓപ്ഷൻ തുറന്നു നോക്കാം. ഇവിടെ തന്നെ നിങ്ങളുടെ അക്കൗണ്ട് സെലക്ട് ചെയ്യാൻ ആവശ്യപ്പെടുന്നതായി കാണാം. എൻ്റെ പേരിൽ ഒരു അക്കൗണ്ട് മാത്രമാണ് റിയാദ് ബാങ്കിൽ ഉള്ളത്. അതുകൊണ്ട് ഞാൻ ആ അക്കൗണ്ട് സെലക്ട് ചെയ്യുകയാണ്. അടുത്തതായി നാം ആഡ് ചെയ്തിട്ടുള്ള ഇൻ്റർനാഷണൽ ബെനിഫിഷ്യറി കാണാൻ സാധിക്കുന്നതാണ്. അത് സെലക്ട് ചെയ്യുക. എമൗണ്ട് കോളത്തിൽ നിങ്ങൾ അയക്കാൻ ഉദ്ദേശിക്കുന്ന എമൗണ്ട് എൻ്റർ ചെയ്ത് നൽകുക. എമൗണ്ട് എന്നുള്ള കോളത്തിൽ നിങ്ങൾ നാട്ടിലേക്ക് അയക്കാൻ ഉദ്ദേശിക്കുന്ന റിയാൽ എൻ്റർ ചെയ്യുക. ഞാനിവിടെ 350 എൻ്റർ ചെയ്യുന്നു. ടാർഗറ്റ് കറൻസി എന്നുള്ളതിൽ നിങ്ങൾ നൽകിയിട്ടുള്ള റിയാലിന് നാട്ടിൽ ലഭിക്കുന്ന രൂപയാണ് കാണിക്കുന്നത്. ശേഷം പേർപ്പസ് എന്നുള്ള കോളത്തിൽ നിന്നും നിങ്ങൾ പണം അയക്കുന്നതിനുള്ള കാരണമാണ് ചോദിക്കുന്നത്. സെലക്ട് മെയിൻ പർപ്പസ് എന്നുള്ളതിൽ ധാരാളം ഓപ്ഷൻസ് ഉണ്ട്. ഞാനിവിടെ പേഴ്സൺ എന്നുള്ളത് സെലക്ട് ചെയ്യുന്നു. സബ് പേർപ്പസ് എന്നുള്ളതിൽ നിന്നും സേവിങ്സ് എന്നുള്ളത് സെലക്ട് ചെയ്യുന്നു. ശേഷം കണ്ടിന്യൂ എന്നുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ഇപ്പോൾ വന്നിരിക്കുന്ന കോളത്തിൽ നിന്നും നിങ്ങളുടെ ഇവിടുത്തെ റിയാദ് ബാങ്ക് അക്കൗണ്ടും നാട്ടിൽ നിങ്ങൾ അയക്കാൻ ഉദ്ദേശിക്കുന്ന അക്കൗണ്ട് നമ്പറും അയക്കാൻ ഉദ്ദേശിക്കുന്ന എമൗണ്ടും കാര്യങ്ങളും എല്ലാം ഇവിടെ കാണാൻ സാധിക്കുന്നതാണ്. ഇവിടെ 15 റിയാലാണ് ഫീ പറയുന്നത്. അതിന്റെ വാറ്റും ഉണ്ട്. മൊത്തം 15 റിയാലും 75 ഹലാലയുമാണ് നാട്ടിലേക്ക് പണം അയക്കാൻ വേണ്ടി എക്സ്പ്രസ് മണിയിൽ ഇപ്പോൾ ഇവിടെ വന്നിരിക്കുന്നത്. എപ്പോൾ പണം അയക്കുമ്പോഴും എത്ര ഫീ ആണ് നിങ്ങൾ അയക്കുന്ന പണത്തിന് വരുന്നത് എന്നുള്ളത് ചെക്ക് ചെയ്തതിന് ശേഷം മാത്രം പണം അയക്കുക. വെരിഫൈ ചെയ്തതിന് ശേഷം ഐ അക്സെപ്റ്റ് ദ ടേംസ് ആൻഡ് കണ്ടീഷൻസ് എന്നുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്ത് ട്രാൻസ്ഫർ എന്നുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ട്രാൻസ്ഫേർഡ് സക്സസ്ഫുള്ളി എന്നുള്ള മെസ്സേജ് വന്നിരിക്കുകയാണ്. ഇനി എത്ര സമയം കൊണ്ടാണ് ഞാൻ ആഡ് ചെയ്തിട്ടുള്ള അക്കൗണ്ടിൽ പണം എത്തുക എന്ന് നോക്കാം. നിങ്ങളിപ്പോൾ ഇവിടെ കാണുന്നത് എൻ്റെ HDFC ബാങ്കിൻ്റെ സ്റ്റേറ്റ്മെൻ്റ് ആണ്. ഞാൻ സെൻഡ് ചെയ്ത തുക 6586 രൂപയായിരുന്നെങ്കിൽ എനിക്കിവിടെ അക്കൗണ്ടിൽ ക്രെഡിറ്റ് ആയിട്ടുള്ളത് 6409 രൂപ മാത്രമാണ്. ഞാൻ രാത്രി 12 മണിക്കായിരുന്നു പണം അയച്ചിരുന്നതെങ്കിൽ പണം ഇവിടെ അക്കൗണ്ടിൽ ക്രെഡിറ്റ് ആയിട്ടുള്ളത് 12 മണിക്കൂർ കഴിഞ്ഞതിന് ശേഷമാണ്. അതായത് അല്പം സമയം എടുക്കുന്നുണ്ടെന്ന് അർത്ഥം. മാത്രമല്ല നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ICICI ബാങ്ക് വഴിയാണ് പണം നമ്മുടെ അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ആയിട്ടുള്ളത് എന്നുള്ളത് നരേഷൻ എന്നുള്ള കോളത്തിൽ നമുക്ക് കാണാൻ സാധിക്കുന്നതാണ്. ബാങ്ക് റേറ്റ് വെച്ച് നോക്കുകയാണെങ്കിൽ വളരെ കുറഞ്ഞ റേറ്റാണ് ഇവർ നമുക്ക് നൽകിയിട്ടുള്ളതെന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. കാരണം നമ്മൾ പറഞ്ഞിരുന്ന 6586 എന്നുള്ളതിൽ നിന്നും 6409 മാത്രമാണ് നമുക്ക് ലഭിച്ചിട്ടുള്ളത്. ഇപ്പോൾ അത് തന്നെ 350 റിയാലിന് നമുക്ക് കിട്ടിയ പണമാണ് ഇവിടെ കാണിക്കുന്നത്. 350 റിയാലിന് 6409 രൂപ കിട്ടുകയാണെങ്കിൽ റേറ്റ് നോക്കുകയാണെങ്കിൽ നമുക്ക് കാണാൻ സാധിക്കുക 6409 ഹരിക്കണം 350 വെച്ച് നോക്കിയാൽ 1831 മാത്രമാണ് നമുക്ക് ലഭിച്ചിരിക്കുന്ന റേറ്റ്. ഇവിടെ പറഞ്ഞ പ്രകാരം 1881 ഉണ്ടാവേണ്ടതായിരുന്നു, പക്ഷെ അത്ര ലഭിച്ചിട്ടില്ല. ഇതിന് പുറമെ 15 റിയാലും 75 ഹലാലയും ഫീ ആയിട്ടും നമുക്ക് കൊടുക്കേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെ STCPay വെച്ച് നോക്കുകയാണെങ്കിൽ എന്തുകൊണ്ട് ലാഭം STCPay തന്നെയാണ്. കാരണം ഇതിൽ 1831 മാത്രമാണ് എക്സ്ചേഞ്ച് റേറ്റായി നമുക്ക് ലഭിച്ചിരിക്കുന്നത്. അത്യാവശ്യ ഘട്ടത്തിലെല്ലാം പണം അയക്കാൻ ഈ സർവീസ് ഉപയോഗിക്കാമെന്നല്ലാതെ സ്ഥിരമായി പണം അയക്കാൻ റിയാദ് ബാങ്ക് ഒരു നിലക്കും ലാഭകരമല്ല എന്ന് ഇതിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ്. വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടെന്ന് പ്രതീക്ഷിക്കുന്നു. നിങ്ങളുടെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്ത് വെക്കുക.